സ്നേഹമുള്ളവൻ, സഹനശക്തിയുള്ളവൻ, ക്ഷമയുള്ളവൻ ഒക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെയുള്ളവരുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഈ സംഗമ വിരോധി എന്നോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇതിനകത്ത് വരാൻ യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണെന്നുള്ളത് കണക്കാക്കാതെ ഓരോ ടൂറിസ്റ്റ് സെൻറ്ററിലും കോൺക്രീറ്റ് ജംഗിളുകൾ ഉണ്ടാക്കി വെച്ചു. അദ്ദേഹം തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കല്ലും മുള്ളും കാലിക്ക് മെത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആളുകൾ പോകേണ്ടതെന്ന്. എന്നിട്ട് അവിടെ റോപ്പേയും കൊണ്ടുവരികയാണ്. ഈ കല്ലും മുള്ളും കാലിക്ക് മെത്തെ എന്ന് പറഞ്ഞ് പോകണമെങ്കിൽ റോപ്പേ കൊണ്ടുവന്നാൽ എങ്ങനെ വരുന്നത്? അത്തരത്തിൽ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ ശബരിമല ഇല്ലാതാവുകയും ഒരു കുന്നൻപുറ ടൂറിസം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഈ ശബരിമലയിൽ ഡ്യൂട്ടി നോക്കാൻ പ്രത്യേക ബഹളമാണ്, റെക്കമെൻഡേഷനാണ്. ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആവാനായിട്ട്, ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസർ ആവാനായിട്ട്, ശബരിമലയിൽ ഒരു പ്യൂണായിട്ടെങ്കിലും പോകാൻ പറ്റിയാൽ രക്ഷപ്പെട്ടെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരി തെളിയിച്ചു. വൻ വികസന പദ്ധതികളാണ് ശബരിമലയിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി 1300 കോടിയുടെ വികസന പദ്ധതികൾ ശബരിമലയിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ ഭക്തർ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തെ വിലയിരുത്തുകയാണ് നമ്മൾ ഇന്നിവിടെ. വലിയ വിമർശനം ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചർച്ച പ്രസക്തമാകുന്നത്. ശബരിമലയും അതുമായി ബന്ധപ്പെട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കും രാഷ്ട്രീയ വിലയിരുത്തലിനും വേദിയായ സംസ്ഥാനമായതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ആഗോള അയ്യപ്പ സംഗമം വലിയ ചർച്ചയാകുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിന് അങ്ങനെ മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തി തിരിതെളിച്ചു. വളരെ വലിയ വികസന പദ്ധതികളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1300 കോടി രൂപയുടെ വികസന പദ്ധതികൾ ശബരിമലയെ അടിമുടി മാറ്റുന്ന തരത്തിലേക്ക് ഒരു ആഗോള പിൽഗ്രിം സെൻ്ററായി ശബരിമലയെ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങേക്ക് തോന്നുന്നത്? അങ്ങ് വലിയ രീതിയിൽ ഇതിനെ വിമർശിച്ചിരുന്ന ഒരാളാണ്. അല്ല, ഞാൻ വിമർശിച്ചിരുന്നത് മറ്റൊന്നുമല്ല, അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു ആത്മീയ സംഗമമാണോ അതോ ഒരു മോഡേൺ വികസന സംഗമമാണോ എന്നുള്ള ഹൈക്കോടതി ഉൾപ്പെടെ ചോദിച്ച ഒരു ഡൗട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതിനകത്ത് ആത്മീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ആത്മീയ വിഷയങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഇതിനെല്ലാം വായടയ്ക്കുന്ന മറുപടിയാണ് നൽകിയത് എങ്കിലും അതിനകത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് യഥാർത്ഥ ഭക്തർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതെ, ഭക്തി വേഷമായി അല്ലെങ്കിൽ ഒരു പരിവേഷം പോലെ കൊണ്ട് നടക്കുന്നവരാണ് ഇതിനെ എതിർത്തതും ഇത് തടയാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭഗവത്ഗീതയുടെ 12-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു ഭക്തൻ എങ്ങനെയുള്ള ആളായിരിക്കണം? വളരെ വിദ്വേഷമില്ലാത്തവൻ, സമചിത്തതയുള്ളവൻ, സ്നേഹമുള്ളവൻ, സഹനശക്തിയുള്ളവൻ, ക്ഷമയുള്ളവൻ ഒക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെയുള്ളവരുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഈ സംഗമ വിരോധി എന്നോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇതിനകത്ത് വരാൻ യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ നോക്കുമ്പോൾ എന്നുവരെ വിമർശിക്കുന്ന സാഹചര്യങ്ങളും നിലനിൽപ്പുണ്ട്. എന്തായാലും അദ്ദേഹം മനംമാറ്റം സംഭവിച്ചതാണെങ്കിലോ ഓക്കെ, അന്ന് ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്, അത് സമ്മതിക്കുന്നു. അതെ, പക്ഷേ ഇപ്പോൾ അദ്ദേഹം മനംമാറ്റം സംഭവിച്ച് ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട്, അതാണ് അദ്ദേഹം മുൻപ് പത്രസമ്മേളനത്തിൽ സഹിതം പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ നിലപാട് മാറ്റാനും സമ്മതിക്കില്ല, അതായത് ശബരിമലയ്ക്ക് അനുകൂലമായി നിൽക്കാനും അനുവദിക്കില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. അതെ, അതിനായിട്ട് അദ്ദേഹം ശാന്തോപനിഷത്തിലെ കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. തത്വമസി എന്താണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു അദ്ദേഹത്തിന് മനമാറ്റം വന്നിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നതാണോ എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ട കാര്യവുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ 2 കാര്യങ്ങളിൽ അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഒന്ന് ഈ പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്, രണ്ടാമത് പാരമ്പര്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്, പിന്നെ വാസ്തുശില്പമടക്കം എല്ലാം കേരളീയ തനിമയോട് കൂടി ആയിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത്. അത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ എന്നവിടെ അവതരിപ്പിക്കും. പിന്നെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന TK നായരാണ്
മറ്റൊരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ എക്സ്പേർട്ടുകളുടെ ഒരു കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ നടപ്പിലാക്കി വരുമ്പോൾ എത്ര വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 1300 കോടിയോളം വരുന്ന വികസന പദ്ധതികൾ അദ്ദേഹം 2022-27 വരെയുള്ള ഒന്നാം കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് 28 മുതൽ 33 വരുന്ന രണ്ടാം കാലഘട്ടം, പിന്നെ 33 മുതൽ 35 വരുന്ന മൂന്നാം കാലഘട്ടത്തിലായിട്ട് 35 38 38 വരെ വീണ്ടും ഒരു 5 വർഷം, അതെ 33 മുതൽ 38 വരെ വരുന്ന മൂന്നാം കാലഘട്ടം, അങ്ങനെ 5 വർഷം വീതം വരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയും 2050 വരെയുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ കണക്കാക്കിക്കൊണ്ട്, പിൽഗ്രിം ടൂറിസ്റ്റുകളുടെ വരവിനെ കണക്കാക്കിക്കൊണ്ടുള്ള വികസനമാണ് അവിടെ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുമായി മാച്ച് ചെയ്ത് പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? പിന്നെ കേരളത്തിൽ കഴിഞ്ഞ 20 ഒരു 30 വർഷമായി നടന്നു വരുന്ന ടൂറിസം വികസനം എന്ന് പറയുന്നത് ഇതുപോലെ കോടികളുടെ വികസനമാണ്. അതിനെക്കുറിച്ച് ആഗോളതലത്തിലുള്ള പല എക്സ്പേർട്ടുകളും തന്നെ എന്നോടും ടൂറിസത്തിലെ പല അതോറിറ്റികളോടും പറഞ്ഞത്, നിങ്ങൾ ചെയ്ത വലിയ മിസ്റ്റേക്കാണ്. കാരണം നിങ്ങൾ ഈ കേരളം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണെന്നുള്ളത് കണക്കാക്കാതെ ഓരോ ടൂറിസ്റ്റ് സെൻറ്ററിലും കോൺക്രീറ്റ് ജംഗിളുകൾ ഉണ്ടാക്കി വെച്ചു. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കോവളം തന്നെയാണ്. കോവളം സ്വർണ്ണ മണൽത്തരികളും നീലക്കടലും പിന്നെ തെങ്ങുകൾ നിൽക്കുന്ന ഹരിതാപമായ ഒരു അന്തരീക്ഷവും ചേർന്ന ഒരു കോവളമായിരുന്നു. ഇന്ന് കോൺക്രീറ്റുകൾ പള്ളിയളിച്ച് നിൽക്കുന്ന ആ കോവളത്തേക്ക് ആരും വരാൻ താല്പര്യമില്ല. തെങ്ങ് പോയി, അത് മുഴുവൻ കോൺക്രീറ്റ് വെച്ച് കെട്ടി. അതുമാത്രമല്ല, ലാൻഡ് എൻക്രോച്ച് ചെയ്ത് ഇപ്പോൾ കടലിനകത്ത് വരെ വന്ന് ലാൻഡ് എൻക്രോച്ച്മെൻറ്റ് എത്തിയിരിക്കുകയാണ്. അത് 2 പ്രാവശ്യം ഗവൺമെൻറ് ഇടിച്ചു നിരത്തി, എന്നിട്ടും വീണ്ടും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വികസനങ്ങൾ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് പല ടൂറിസം വിദഗ്ധരും നമ്മളോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിന് പറ്റിയത് ഈ പ്രകൃതിയോട് ഇണങ്ങുന്ന വികസനമാണ്. പ്രകൃതിയോട് ഇണങ്ങുന്ന വികസനമേ നടത്താവൂ. അതിന് കോൺക്രീറ്റ് തൊട്ട് സിമെൻറ്റ് തൊട്ട് കമ്പി തൊട്ടുള്ള കളി പാടില്ല എന്നുള്ളതാണ് പല വിദഗ്ധരും പറഞ്ഞിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രി പറഞ്ഞ വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് പ്രകൃതിയെ നിലനിർത്തുക. പ്രകൃതിയെ നിലനിർത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ മരങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കുക. ആ പമ്പാ നദിക്ക് സുഗമമായി ഒഴുകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണ്ട ഭാഗങ്ങളിൽ ഡീപ്പൻ ചെയ്യുക. ചില ഭാഗങ്ങളിൽ സ്മൂത്തായിട്ട് ആളുകൾക്ക് കുളിക്കാനും മറ്റു സൗകര്യത്തിന് അതിനെ ലെവലാക്കി കൊടുക്കുക തുടങ്ങി, അതായത് കാനന ഭംഗി. അദ്ദേഹം തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കല്ലും മുള്ളും കാലിക്ക് മെത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആളുകൾ പോകേണ്ടതെന്ന്. എന്നിട്ട് അവിടെ റോപ്പേയും കൊണ്ടുവരികയാണ്. ഈ കല്ലും മുള്ളും കാലിക്ക് മെത്തെ എന്ന് പറഞ്ഞ് പോകണമെങ്കിൽ റോപ്പേ കൊണ്ടുവന്നാൽ എങ്ങനെ വരുന്നത്? അപ്പോൾ റോപ്പേയിൽ കെട്ടിയെടുത്ത് മുകളിൽ കൊണ്ടുപോകുന്ന സംവിധാനമാണോ അവിടെ ചെയ്യാൻ പോകുന്നത്? പമ്പയ്ക്ക് കുറുക്കെ സുരക്ഷാ പാലം നിർമ്മിച്ച് അങ്ങനെയാണോ അവിടെ വികസനം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ല, ഇതിപ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചില ആളുകളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടു. ചില മാധ്യമപ്രവർത്തകർ പറയുന്നതും കേട്ടു. അതായത് പത്തനംതിട്ടയിൽ ഒരു വിമാനത്താവളം വേണം, അതെ, എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായുള്ള കണക്ടിവിറ്റി വേണം, തീർച്ചയായിട്ടും അത് നല്ല നിലവാരത്തിലുള്ളതാകണം, ലോകത്തു നിന്നുള്ള എല്ലാ പിൽഗ്രിംസിനെയും ആകർഷിക്കാൻ പോകുന്നതായിരിക്കണം, ഇതിനെ ടൂറിസവുമായി ബന്ധപ്പെടുത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു വികസനം വരുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്ന അത്തരത്തിൽ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ ശബരിമല ഇല്ലാതാവുകയും ഒരു കുന്നൻപുറ ടൂറിസം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്തർ മനസ്സിലാക്കേണ്ടത്. എന്താണ് ശബരിമല? എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്നത്? ശബരിമലയ്ക്ക് പോകുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ആ തത്വമസിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. നീയും ഒന്നാകുന്നു, ആത്മാവും പ്രകൃതിയും ഒന്നാകുന്നു. അപ്പോൾ പ്രകൃതി അവിടെ ഇല്ലെങ്കിൽ എവിടെ ആത്മാവ് ഒന്നാകാൻ? ഈ 18 പടികളെ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ്. അതായത് ജീവാത്മാക്കളെയും പരമാത്മാക്കളെയുമാണ് ഈ 18 പടികളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. 18 മലകളെയും അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ 18 മലകൾ കയറുന്നതിന് പകരമാണ് ഈ 18 പടികൾ കയറുന്നത്. ഈ 18 പടികൾ തന്നെ ഏണി കയറും പോലെയാണ് ആ പടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ? അത് ക്ലേശകരമായി തന്നെ കയറണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴേ നമ്മുടെ ഈ ശരീരത്തിനൊരു പരിവർത്തനം ഉണ്ടാവും. ഈ 18 പടികളെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നതിൽ 7 സാധനങ്ങൾ, അതായത് നമ്മുടെ നട്ടലിൽ 7 എനർജി പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, പൊക്കിളിൻ്റെ അവിടെ, അനാഹതം, ഇവിടെ വിശുദ്ധി,
പിന്നെ സഹസ്രാരം, അതിനു മുമ്പായിട്ട് ഈ കണ്ണിൻ്റെ ഇവിടെ ആജ്ഞ, ഇങ്ങനെ 7 കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ഈ 7 കേന്ദ്രങ്ങൾ പ്ലസ് പിന്നെ 5 കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ 6, അപ്പോൾ 13. പിന്നെ പഞ്ചഭൂതങ്ങൾ 5, അത് ഭൂമി, ആകാശം, വെള്ളം, പിന്നെ വായു, അഗ്നി, ഇതൊക്കെ ചേർന്ന പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഇങ്ങനെ 7, 6, 5 അങ്ങനെ 18. ഈ 18 പടികൾ കയറുന്നത് ഈ 18 കൺസെപ്റ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇണചേരലാണ് ഇവിടെ നടക്കേണ്ടത്. അല്ലാതെ അവിടെ റോപ്പേ ഉണ്ടാക്കി പൊക്കിയെടുത്തുകൊണ്ട് പോവുക, ഈ ആളെ തോളിക്കയറ്റി കൊണ്ടുപോകുന്ന പോലും ശരിയല്ലെന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് വേറെ എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾ ഇതിനും പകരം വേറൊരു അയ്യപ്പ ക്ഷേത്രം എല്ലാവർക്കും വരാനായിട്ട് അപ്പുറത്തുണ്ടാക്കി പോയി, കുഴപ്പമില്ല. അവിടെ ഇതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രം ആക്കിക്കോ, കുഴപ്പമില്ല. ഈ അയ്യപ്പ കേന്ദ്രത്തിൽ വരാൻ പറ്റാത്തവർക്ക്, അതായത് കല്ലും മുള്ളും ചവിട്ടി മല താണ്ടി പിന്നെ 41 ദിവസം വ്രതമെടുത്ത് പമ്പയിൽ നിന്ന് 5 കിലോമീറ്റർ നടന്ന് ക്ലേശിച്ച് വേർത്ത് കുളിച്ച് അവിടെ ചെന്ന് നമ്മൾ ഈ ഞാൻ പറഞ്ഞ നട്ടലിലെ പിന്നെ 7 ചക്രങ്ങളെയും നമ്മൾ പരിപോഷിപ്പിച്ച് നമ്മുടെ കാമക്രോധ മോഹാദികളെയെല്ലാം നമ്മൾ അടക്കി പിന്നെ പഞ്ചഭൂതങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ച് എനർജി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കൊടുത്ത് ഇറങ്ങി വന്ന് മാല ഊരുമ്പോഴാണ് തത്വമസിയാകുന്നത്, അതായത് നീ പിന്നെ ദൈവമാകുന്നത്. അതായത് ഈ ഉള്ളിലെ കളങ്കങ്ങൾ, അതായത് മനസ്സിലെ ശരീരത്തിലെ കളങ്കങ്ങൾ, ശരീരത്തിലെ കളങ്ങളിൽ പോകണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് സ്ട്രെയിൻ ചെയ്യണം. മനസ്സിലെ കളങ്കം പോകണമെങ്കിൽ ക്ലേശം, തപസ്, അതുപോലെ തന്നെ വ്രതം, പിന്നെ ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റാതെ വെള്ളം കുറച്ച് കുടിക്കുക, എന്നിട്ട് ക്ലേശകരമായിട്ട് പോവുക. ഇത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്ത് അവിടെ ചെന്നിട്ട് പ്രകൃതിയുമായി ലഭിക്കുക. അതായത് കല്ലും മുള്ളും ചവിട്ടി പോകുന്നതെന്ന് പറഞ്ഞ പോലെ കാനനത്തിലെ പക്ഷികളുടെ ശബ്ദം കേൾക്കുക, മരങ്ങളുടെ ഭംഗി ആസ്വദിക്കുക, ഇതൊക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ മനസ്സിനൊരു കുളിർമ. ആ കളകളാന്നൊഴുകുന്ന പമ്പാ നദിയെ കാണുക. സയന്റിഫിക്കലി നോക്കുകയാണെങ്കിലും അതിനൊരു വശമുണ്ട്. സയന്റിഫിക്കലി വളരെ വശമുണ്ട്. മനസ്സും ശരീരവും എല്ലാ ടോക്സിൻസും ഇന്നിപ്പോ ഈ റീചാർജ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നട്ടലിലെ 7 എനർജി പോയിന്റ്സിനെ കുറിച്ച് പറയുന്നത് അറിയാമോ? ഓരോന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഹോർമോണുകളെ പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങളാണെന്നാണ്. അതായത് നട്ടലിൻ്റെ അറ്റം മുതൽ ഇങ്ങനെ ഉച്ചി വരെയുള്ള ഈ 7 എനർജി പോയിന്റുകളും നമുക്ക് ഹോർമോണുകൾ, ഇവിടെ വിശുദ്ധി എന്ന് പറയുന്ന ഇവിടെ നിന്നാണ് തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികൾ വരുന്നത്. പെറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ഇതിന് തൊട്ട് പുറകിലായിരിക്കുന്ന ആജ്ഞാശക്തിയുടെ പുറകിലാണ്. ഇതാണ് സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന്, പുരുഷന് ബീജസങ്കലനത്തിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ പെറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ കുട്ടികൾ പ്രസവിക്കാതിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികൾ പ്രസവിക്കാതിരിക്കുന്നത്, പുരുഷന്മാർക്ക് പിന്നെ ബീജം ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നതൊക്കെ ഈ പെറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ബ്രെയിനിൽ സഹസ്രാരം എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ അവിടെ ലക്ഷക്കണക്കിന് ഹോർമോണുകൾ എത്രയാണെന്ന് ഇന്നത്തെ ആധുനിക സയൻസിന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രകൃതിയും മനുഷ്യനുമായി ഇണചേരുമ്പോൾ അവിടെ നമ്മുടെ കായികവും മാനസികവും ആത്മീയവുമായ ചില ശക്തികൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഇതിനെ വെറും ഒരു ടൂറിസ്റ്റ് സെൻ്ററായി അല്ലെങ്കിൽ പിൽഗ്രിം സെൻ്ററായി മാറ്റുമ്പോൾ പല അപാകതകൾ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞത് അവിടെ പ്രകൃതിയെ സംരക്ഷിക്കണം, ആചാരത്തെ സംരക്ഷിക്കണം. ആചാരം സംരക്ഷിച്ചാൽ ഈ പറഞ്ഞ സാധനം ഉണ്ടാവും. ഇത് അന്ധവിശ്വാസമാണെന്നാണ് പലരും വിചാരിച്ചത്. അത് സയൻറ്റിഫിക്കാണ്. പക്ഷേ അന്ധവിശ്വാസം വിവരമില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ നിൻ്റെ ഹോർമോൺ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാനാണ് ശബരിമല കാരണം ഞാൻ പോവില്ല. അതേസമയം അയ്യപ്പനുണ്ട്, അയ്യപ്പന് കോപം വരും, നീ വ്രതമെടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കണം, ഈ ഇത്രയും ദിവസം നീ അത്തരം ചിന്തകളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അവനിൽ ഒരു ആത്മീയ എനർജി, മാനസിക എനർജി ഉണ്ടാകുകയാണ്. ആ എനർജിയും ഇത് ക്ലേശകരമായി നടന്നു ചെല്ലുമ്പോഴുള്ള ശാരീരിക എനർജിയും എല്ലാം കൂടെ ചേർന്ന് ഒരു പരിവർത്തനം ഉണ്ടാവുകയും അത് നീയാവുകയും, അതായത് നീ അയ്യപ്പനായി മാറും, നീ ദൈവമായി മാറും. ദൈവത്തിന് പിന്നെ ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. അതാണ് അദ്ദേഹം ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലേത് മുഖ്യമന്ത്രി പറഞ്ഞത്. ആരെയും വിദ്വേഷിക്കാൻ തോന്നില്ല, പിന്നെ ആരോടും എതിർക്കാൻ തോന്നില്ല, എല്ലാവരോടും സ്നേഹമായിരിക്കും. ക്ഷമ, സഹനശക്തി, ഇതിൻ്റെയൊക്കെ ഒരു പര്യായമായിട്ട് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ പവിത്രമായ ഒരു കേന്ദ്രത്തെ നമ്മൾ തൊട്ട് തീണ്ടി നമ്മൾ 1300 കോടിയുടെ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ അവിടെ നടത്തുമ്പോൾ 1300 കോടിയുടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. മരങ്ങളുടെ പരിപാലനമാണ്, അവിടുത്തെ അവിടുത്തെ വനത്തിലെ ജീവജാലങ്ങളുടെ പരിപാലനമാണ്. ഒപ്പം തന്നെ ഈ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഈ മിനിമം പമ്പയിൽ നിന്ന് താഴെയെങ്കിലും
ഞാൻ പറഞ്ഞത് പത്തനംതിട്ടയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എയർപോർട്ട് പത്തനംതിട്ടയിൽ ഉണ്ടായിക്കോട്ടെ, റെയിൽവേ കണക്ടിവിറ്റി പത്തനംതിട്ടയിൽ ഉണ്ടായിട്ട് അവിടെ വലിയ ഒരു പിന്നെ കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിക്കോട്ടെ, അവിടെ ആൾ നിന്നിട്ട് അവിടെ താമസിച്ചുകൊണ്ട് ഈ അവിടെ കയറാൻ പറ്റുന്ന ആൾ കയറിയാൽ മതി. നമ്മളിപ്പോൾ തന്നെ 3 കോടി ആൾക്കാരെ കയറ്റുന്നുണ്ട്. അതിനപ്പുറം ഇനി കയറ്റാൻ പറ്റില്ല. ഇനി കയറ്റാൻ പോയാൽ അവിടെ ശബരിമലയുടെ നാശമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ പോലും ഈ ഒരു പ്രത്യേകത അവിടെ നിൽക്കണം. ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകും, കോവളം പോലെ ആയിപ്പോകും. പണ്ട് കോവളത്തേക്ക് ആളുകൾ ചുമ്മാ വരികയായിരുന്നു, പരസ്യമില്ലായിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യമില്ലാതെ മൗത്ത് ടു മൗത്ത് പരസ്യം വഴിയാണ് കോവളത്തേക്ക് ആൾ വന്നത്. ഇന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ലോകത്തിൻ്റെ പർദീസ എന്ന് പറഞ്ഞിട്ടും കോവളത്തെ ആൾ വരുന്നില്ല. ഇതുപോലെ ആയിപ്പോവും ശബരിമലയും. ശബരിമലയുടെ പവിത്രതയും പുണ്യതയും നിലനിർത്തിയില്ലെങ്കിൽ കോവളം ടൂറിസ്റ്റ് അത് ഞങ്ങൾ പറയും ഡൈയിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് ഒരു ഡെസ്റ്റിനേഷൻ ഇങ്ങനെ വളർന്ന് പീക്കിലെത്തുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് ഞാൻ ടൂറിസം മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്. ആ പീക്കിലെത്തുമ്പോൾ നമ്മൾ പിന്നെ വളരെ സൂക്ഷിച്ച് അവിടെ വികസന പ്രവർത്തനം നടത്താവൂ. പ്രകൃതിയെ തട്ടി നശിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ ഡൈയിങ് ഡെസ്റ്റിനേഷൻ ആവും, പിന്നെ താഴോട്ടാണ്. ഈ നമ്മുടെ പല ഡെസ്റ്റിനേഷനും പറ്റിയതാണ്. തേക്കടി ആയാലും കോവളമായാലും കുമരകമായാലും ഇത് ഒരു പീക്കിലേക്ക് ഉയർന്നപ്പോൾ നമ്മൾ അതിന് വേണ്ട കൺട്രോളുകൾ കൊടുത്തില്ല. ഇപ്പോൾ ഭൂട്ടാനിലൊക്കെ ചെയ്യുന്ന ഇത്ര പേരെ അവിടെ കയറ്റുള്ളൂ, കൂടുതൽ പേരെ അവിടെ കയറ്റിയില്ല. കയറ്റി അവർ ആ കേന്ദ്രം വഷളാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? അവിടുത്തെ ഒരു സ്ഥലത്തിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള വികസനത്തിന് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് തിരുപ്പതിയിലേക്ക് നോക്കൂ, അവിടെയും ഓരോ ദിവസവും. അയ്യോ, തിരുപ്പതി അല്ല ശബരിമല, തിരുപ്പതി അല്ല ശബരിമല. ഇത് കാനനം പിന്നെ വാസൻ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലമാണ്. പമ്പ വാസൻ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ കാടും ആ പമ്പാ നദിയും ഇല്ലെങ്കിൽ പോയി. മനസ്സിലായില്ലേ? പ്രകൃതിയും മനുഷ്യനും, അതാണ് പഞ്ചഭൂതങ്ങൾ, ജലം, വായു, അഗ്നി, പിന്നെ ആകാശം, ഇതൊക്കെ ചേർന്ന് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പിന്നെ അയ്യപ്പനിലേക്കുള്ള ദർശനത്തിൻ്റെ സുഖം. അത് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ? ഹിലാരി എന്നോട് പറഞ്ഞു, ഞാൻ ഹിലാരി അറിയാമല്ലോ, മൗണ്ട് എവറസ്റ്റ് കയറിയത്. അതേ 85 ഇവിടെ ന്യൂസിലാൻഡിൻ്റെ അംബാസഡറായിട്ട് വന്നു. ഒരു തവണ കേരളത്തിൽ വന്നപ്പോൾ 88 കണ്ടാണ് എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ, എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അന്നിങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, ഡ്രൈവർ, ഞാൻ ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ കൊണ്ട് ഒരു സ്ഥലം കാണിച്ചു. എനിക്ക് ചിരി വന്നുപോയി. ഈ 2 കയറിട്ടിട്ട് അതിൽ തൂങ്ങി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അഡ്വഞ്ചർ ടൂറിസം ഡെസ്റ്റിനേഷൻ. ഇങ്ങനത്തെ അഡ്വഞ്ചർ ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമുക്ക് പലതരം ഉള്ളത്. അപ്പോൾ ഹിലാരി അതുകൊണ്ട് കാണിച്ചാൽ എന്ത് പറയാനാണ്? അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറയാണ്, നല്ല കുറച്ച് അഡ്വഞ്ചർ ടൂറിസം ഡെസ്റ്റിനേഷൻ കാണണം. അങ്ങനെ ഞാൻ ഈ മൈമൂർ ഉണ്ടല്ലോ, പൊന്മുടിയുടെ അപ്പുറത്ത്, അവിടെ കൊണ്ടുപോയി കുറേ ട്രക്കിങ്ങും ഹൈക്കിങ്ങും സ്ഥലങ്ങൾ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് റോങ്, നിങ്ങൾ തെറ്റിപ്പോയി, ഇതും അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം അവിടെ പലതും വേണ്ടത് മിസ്സാവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇതെന്താണ് ഇത്രയും ഭംഗിയായ സ്ഥലത്ത് ഈ എല്ലാവരും ഇങ്ങനെ മല കയറാനായിട്ടോ അല്ലെങ്കിൽ സാഹസത്തിനാണോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെസ്, അഡ്വഞ്ചർ ടൂറിസത്തിന് വരുന്നവർ അവർ എന്തിനാണ് വരുന്നതെന്നറിയാമോ? അവരുടെ ബ്രെയിനിലെ ചില കോശങ്ങൾ ചലിക്കാതെ ഇരിപ്പുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എനിക്കും ഉണ്ട്, ലിയോയ്ക്കും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ദൈനംദിന ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലത് ഉപയോഗിക്കില്ല. അഡ്വഞ്ചർ വരുമ്പോഴേ നമ്മളത് ഉപയോഗിക്കും. തലകുത്തി വീഴാൻ പോകുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിലെ ചില സെൻസുകൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ വിരൽ അനങ്ങുന്നത് ബ്രെയിനിലെ ചില സെൻസുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ വിരൽ അനങ്ങുന്നത് വേറെ ചില സെൻസുകൾ ഉപയോഗിച്ച്. അതാണ് നമുക്ക് ഈ മുഖത്തിൻ്റെ ഇപ്പോൾ ഒരു കൊതുക് വന്നിരുന്നു ഇങ്ങനെ ആക്കുമ്പോൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ചലിപ്പിക്കാനായിട്ട് ബ്രെയിനിൽ വേറൊരു സാധനം, ഒരു കൂട്ടം കോശങ്ങളുണ്ട്. ഇത് എവിടെയെങ്കിലും ഒരു സ്ട്രോക്ക് വന്ന് അത്രയും ഭാഗം നശിച്ചു പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആയിപ്പോണ്. ചിലർക്ക് സ്ട്രോക്ക് വന്നിട്ട് ഇവിടെ അനങ്ങില്ല, ചിരിക്കുമ്പോൾ ഒരു കവിളേ ചിരിക്കുകയുള്ളൂ, മറ്റേ കവിളോട് തിരിക്കാൻ പറ്റില്ല. ഒരു കൈയെ ഇങ്ങനെ ഇരിക്കും, മറ്റേ കൈ കൊണ്ട് എന്തും ചെയ്യാം, അടിച്ച് ചെപ്പക്കുറ്റി തിരിക്കാനും പറ്റും, പക്ഷേ ഈ കൈ ഇങ്ങനെ തൂങ്ങിയേ കിടക്കുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ബ്രെയിനിൻ്റെ എല്ലാ കോശങ്ങളും ചേർന്നല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇങ്ങനെ ചൊറിയാൻ ഉപയോഗിക്കുന്ന സാധനമല്ല ഇങ്ങനെ ഇടിക്കാനായിട്ട്. ഇതെല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തത ഉള്ള കോശങ്ങളിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള കോശങ്ങൾ ഒരിക്കലും ചലിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിംഹം നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മുടെ എല്ലാ കോശങ്ങളും ചിലപ്പം ഉണരുന്നത്. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ന് പറഞ്ഞു വരുന്ന സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ എല്ലാ ബ്രെയിൻ കോശങ്ങളും വരും. പക്ഷേ ഈ സിംഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ചാടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഹിലാരി പറഞ്ഞത്, നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പർവ്വതാരോഹണം, റോക്ക് ക്ലൈംബിങ്, പിന്നെ റിവർ റാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ റിവറിൽ ഇങ്ങനെ സാധാരണ നീന്തിക്കൊന്നും ഡൊപ്പ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇത് വണ്ടിയും ആളും ബോട്ടും എല്ലാം കൂടെ അങ്ങ് താന്നു പോവുകയാണ്. എന്നിട്ട് പൊങ്ങി വന്നിട്ട് വീണ്ടും ഇതിനെ ബാലൻസ് ചെയ്ത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭീതിയും വെപ്രാളവും എല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ബ്രെയിൻ മൊത്തം ആക്ടിവേറ്റ് ആവും. ഇതുകൊണ്ട് നമുക്ക് അപാരമായ എനർജി ഉണ്ടാവും. ഇത് തന്നെയാണ് ശബരിമലയ്ക്കും ഉള്ളത് എന്നുള്ളതാണ് സത്യം. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. വട്ടമേശ സമ്മേളനത്തിന് AC കാറെ കൊണ്ടുപോകാൻ പിന്നെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നടന്നു വന്നേക്കാന്ന്.
ഇയാൾക്ക് വട്ടാന്ന് പറഞ്ഞുകൊണ്ടൊരു ജേർണലിസ്റ്റ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഈ നടന്നു പോകുന്നത്, നിങ്ങൾക്ക് ഈ ഷോ ഒക്കെ എന്തിനാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ കാറിൽ പോയി അവിടെ ഇറങ്ങി. അല്ലല്ല, അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഫിസിക്കലി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ മെൻ്റൽ ആക്ടിവിറ്റിയും കൂടെ സടകുടഞ്ഞെണിക്കും. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ 5 പ്രാവശ്യം ഫിസിക്കൽ എക്സസൈസ് ചെയ്തിട്ട് ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മൂഡേ മാറുകയാണ്. അയാളുടെ മാനസികമായും ആത്മീയമായുള്ള ചിന്തകൾ കുറെ കൂടെ ലൈവ് ആവും. അതാണ് ഈ സ്പോർട്സ് താരങ്ങളൊക്കെ മത്സരത്തിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്പോർട്സ് ചെയ്യണം. സ്പോർട്സ് ചെയ്യേണ്ട ഇടിക്കാനും പിന്നെ അമ്മിക്കല്ലിൽ അരയ്ക്കാനും ഇതൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാർ, പണ്ടത്തെ അമ്മമാർ ചെയ്യുന്നില്ല. അവർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ജീവിതത്തെ വലിയ ശക്തമായി. ഇന്ന് മിക്സിയിൽ അടിക്കുന്ന പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. തുണി കല്ലിൽ നനയ്ക്കുന്നവനുണ്ടാകുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റ് മിക്സിയിൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ മന്ദബുദ്ധികളെ പോലെ ഇരിക്കുന്ന മനുഷ്യർക്ക് ഒരു 41 ദിവസമെങ്കിലും ഇങ്ങനെ വ്രതമെടുത്ത് ശബരിമലയിൽ പോയി ദർശനം നടത്തി വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മീയ ജൈവ പരിണാമങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പരിശുദ്ധമായി ഇറങ്ങി വരും. ഇതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞ് നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കണം, ആചാരത്തെയും സംരക്ഷിക്കണം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതിനെ സംശയത്തോടുകൂടി, അതായത് സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ പദ്ധതി വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്ന തരത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ അല്ലേ സർക്കാരിൽ. അപ്പം അദ്ദേഹം അത് പറഞ്ഞു, പണ്ട് ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെ നശിച്ചു പോയി, അതുകൊണ്ട് ജനങ്ങൾ സ്വയം ഭക്തർ സ്വയം തീരുമാനിച്ചതാണ് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാൻ. കാരണം ഇതിനൊരു ആൾ വേണമല്ലോ, നാദം വേണമല്ലോ. അത് ചെയ്തു. ആദ്യം പ്രവർത്തനമൊക്കെ നന്നായിട്ട് വന്നു. പക്ഷേ ഇതിൽ പണം വരാൻ തുടങ്ങിയപ്പം ദേവസ്വം ബോർഡിൽ ആദ്യം ഉണ്ടായിരുന്ന താല്പര്യമല്ല ഇപ്പോഴത്തെ താല്പര്യം. സ്വർണ്ണപാളി അടിച്ചു മാറ്റുന്നതിലാണ് ഇപ്പോഴത്തെ താല്പര്യം എന്ന് വന്ന് നിൽക്കുകയാണ്. അത് അടിച്ചു മാറ്റിയതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ കുറഞ്ഞു എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടി വരും. ശരിയാണ്. ആ ഒരു 4 കിലോ എവിടെ പോയി, 4 കിലോ എവിടെ പോയി, 4.5 കിലോ എവിടെ പോയി എന്ന് ഹൈക്കോടതി ചോദിക്കാൻ. ഞാനല്ലേ ചോദിക്കുന്നത്. എനിക്കതിലകത്ത് സംശയമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഹൈക്കോടതിക്ക് സംശയമുണ്ട്. അത് ക്ലിയർ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് സർക്കാരിനെ സംശയത്തോടുകൂടി നോക്കാൻ പറയുന്നത്. അതുകൊണ്ട് കാരണം വെച്ചാൽ പിന്നെ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ അവിടെ പ്രവേശിച്ചു. ഇപ്പം അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി തന്നെ പറയുന്നു അത് തെറ്റായിപ്പോയി, അത് പിന്നെ ഭക്തജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. അപ്പോൾ ഇവർക്ക് അന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഭക്തൻ്റെ വികാരം അറിയണമെങ്കിൽ ഭക്തനെ പറ്റുള്ളൂന്നേ. അവർക്ക് മനസ്സിലായത് ചിലപ്പോൾ വോട്ടിങ്ങിലൂടെ ആയിരിക്കും. ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ഹരിവരാസനം പാടുന്ന പിന്നെ യേശുദാസ് ക്രിസ്ത്യാനിയാണ്, അത് ട്യൂൺ ചെയ്ത ദേവരാജൻ ദൈവവിശ്വാസി അല്ലായിരുന്നു, അവിശ്വാസിയായിരുന്നു, പിന്നെ വാവരെന്ന് പറയുന്നത് മുസ്ലിമാണ്. അപ്പോൾ അവിടെ നമ്മൾ തത്വമസിയും ഏകത്വവും നീയാണെന്ന് പറയുന്നിടത്തും പിന്നെയും സ്പ്ലിറ്റ് കൊണ്ടിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സംശയം പറയേണ്ടി വരില്ലേ? അപ്പോൾ ഇത് ഹിന്ദുവിൻ്റേതല്ല എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നോ എന്ന് ചിലർ ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പിന്നെയും ഉള്ളി തൊലിച്ച് ഇത് വീണ്ടും പഴയയിടത്തേക്ക് പോയാൽ ഇതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ചെയ്യുക, സന്യാസിമാരും ഭക്തരും അത് ചെയ്യട്ടെ. ക്ഷേത്രം കാര്യങ്ങൾ. അതെ, ദേവസ്വം ബോർഡ് ശരി, ദേവസ്വം ബോർഡ് വേണ്ടാന്നൊന്നും പറയുന്നില്ല. ദേവസ്വം ബോർഡ് ഇരിക്കട്ടെ. ദേവസ്വം ബോർഡിൽ ആരാണ്? ദേവസ്വം ബോർഡിൽ യഥാർത്ഥ ഭക്തനെ കൊണ്ടുവയ്ക്കുക. അവിടെ കക്കുന്ന ഭക്തനുണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് മാറ്റി ജയിലിലാക്കിയിട്ട് പുതിയ ആളെ ഉടനെ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ സർക്കാർ ഇത് സൂക്ഷിച്ചാൽ മതി. സർക്കാർ അതിനകത്ത് കയറി ഇടപെടണ്ട. എനിക്കൊന്ന് ഈ സ്വർണ്ണപ്പാളി വിഷയം ഒന്ന് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ സാധിച്ചാൽ എത്രയും വേഗത്തിന് അല്ല ഇത് സ്വർണ്ണപ്പാളി ഇപ്പോഴല്ല. ഇതിപ്പോൾ സ്വർണ്ണപ്പാളി ഇതിനു മുമ്പ് പിന്നെ പണക്കിഴി അടിച്ചുകൊണ്ട് പോയത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ദേവസ്വത്തിലേ നമ്മളിപ്പോൾ PWDയിൽ പോസ്റ്റിങ്ങിന് പണ്ട് ആളിങ്ങനെ തള്ളുമായിരുന്നു. എന്നറിയാമോ? കൈക്കൂലി ഭയങ്കരമായിട്ട് കിട്ടും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ആളിങ്ങനെ തള്ളുമായിരുന്നു. പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ച് വരെ അവിടെ പോകാനായിട്ട് തള്ളലാണ്. അതുപോലെയാണ് ദേവസ്വത്തിൽ ഉള്ള ജീവനക്കാരിൽ ഈ ശബരിമലയിൽ ഡ്യൂട്ടി നോക്കാൻ പ്രത്യേക ബഹളമാണ്, റെക്കമെൻഡേഷനാണ്. ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആവാനായിട്ട്, ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ ആവാനായിട്ട്, ശബരിമലയിൽ പിന്നെ ഒരു പിയൂണായിട്ടെങ്കിലും പോകാൻ പറ്റിയാൽ രക്ഷപ്പെട്ടെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ കേട്ടതല്ല നടത്താണ്ടിരിക്കുക. അത് ദേവസ്വം ബോർഡിലെ ജീവനക്കാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഇതിന് ഭയങ്കര തള്ളാണ്. അതിന് റെക്കമെൻഡേഷൻ പറ്റത് എന്തിനാണ് ഇത് പോകുന്നത്? അവിടെ എന്തൊക്കെയോ അടിച്ചുമാറ്റലുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിഹിതം പലർക്കും കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇതിപ്പോൾ അവിടുത്തെ സ്റ്റാളുകൾ കൊടുക്കുന്നതിൽ കള്ളത്തരം ഉണ്ടെന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികളുണ്ടെന്ന് കേൾക്കുന്നു. അരവണയിലും ഉണ്ണിയപ്പത്തിലും ഉണ്ടെന്നല്ലേ പറയുന്നത്. പണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ജയശങ്കർ സാറിൻ്റെ ഒരു ഇത് കേട്ടു. പണ്ടത്തെ അരവണ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഇപ്പോഴില്ലാന്ന്.
സത്യമാണ്. എൻ്റെ അപ്പൂപ്പനൊക്കെ അരവണ ചെറിയൊരു കുപ്പിക്കകത്താണ് കൊണ്ടുവന്നത്. ഈ ടിന്നിലടച്ചൊന്നുമില്ല. കൊണ്ടുവന്നിട്ട് അമ്മ എന്ത് പറയും, വാഴയില ചെറുതെ പീസാക്കിയിട്ട് കണ്ടിച്ചിട്ട് ശകലം തരും. അപ്പം ഞങ്ങൾ ഈ വലിയ വിരലുകൊണ്ട് പോലും നക്കില്ല, ചെറിയ വിരൽ വെച്ച് നക്കി, എന്ന് വെച്ചാൽ കുറേ നേരം ആസ്വദിക്കാനായിട്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ സാധനത്തിന്. ഇപ്പം നമുക്ക് ഒരു പാട്ടയോട് കൂടി മുമ്പിൽ തന്നാലും നമുക്ക് അത് തിന്നാൻ തോന്നുന്നില്ല. അതിൻ്റെ ആ പരിശുദ്ധി പോയി. കാരണം ഇത് വിറക് വെച്ച്, ചില പ്രത്യേക വിറകുകൾ വെച്ച്, അതിൽ പ്രത്യേക ചില സാധന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിപ്പം യാന്ത്രികമായ ഒരു മെഷീനിൽ ഇതിങ്ങനെ കറക്കിയെടുത്ത് വരുമ്പം അതിൻ്റെ ആ കൂട്ട് ശരിയാവില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മളെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങണമെങ്കിൽ അത് മാനുഷികമായൊരു മിക്സ് അതിനകത്ത് വരുമ്പോൾ ആ ഒരു ഹ്യൂമൻ ടച്ച് അതിനകത്ത് വന്ന് ചെയ്യുമ്പോഴേ അത് ആവുള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത്, നിങ്ങൾ ഈ കോടിക്കണക്കിന് രൂപയുടെ വികസനം അല്ലെങ്കിൽ നൂറുകണക്കിന് കോടികളുടെ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പോകുന്നവർക്ക് ശൗചാലയ സംവിധാനം നേരാൻ വണ്ണം ഒരുക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഓക്കെ, മിനിമം ഫെസിലിറ്റികൾ വേണം. അതൊരു ട്രക്കിംഗ് കേന്ദ്രത്തിലേക്ക് പോകുന്ന പോലെ ആയിരിക്കണം. നിങ്ങൾ ട്രക്കിങ്ങിന് ഇപ്പോൾ കാട്ടിൽ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നിടത്ത് നിങ്ങൾ റോപ്പേയും കൂടെ അറേഞ്ച് ചെയ്താൽ, നിങ്ങൾ കാട്ടിൽ പോകുന്ന എന്തിനാണ്? കാട്ടിൽ പോകുന്ന ട്രക്കിങ്ങിന് പോകുന്ന, ഞാൻ പറഞ്ഞ ഹിലാരി പറഞ്ഞ അതേ തിയറിക്ക്, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ അതേ തിയറിക്കാണ് പോണത്. ശരീരവും മനസ്സും ഇളകി നമ്മളൊരു ഒരു ഊർജ മാറ്റത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് റോപ്പയും കൂടെ വെച്ചാൽ ഇങ്ങനെ കാട്ടിക്കൂടെ നമ്മൾ എവിടെയാണോ ട്രക്കിങ് പോകണം ആ ഭാഗത്തൂടെ ഇങ്ങനെ റോപ്പേ കയറി അങ്ങനെ പോവുകയാണ്. അവിടെ ഇങ്ങനെ ഇരുന്ന് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്ത് പർപ്പസാണ് നടക്കുക? അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ക്ഷേത്രം പോലല്ല. അതുകൊണ്ടാണ് ഇത് എന്നും തുറക്കാത്തത്. ഇത് മകരത്തിലും കുംഭത്തിലും മകരത്തിലും മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ബാക്കി അല്ല, അതെ, എല്ലാ മലയാള മാസവും ആദ്യത്തെ 5 ദിവസം പിന്നീട് വെച്ചതാണ്. ശരിക്കും പണ്ട് ഇതേ ഉള്ളൂ, 2 മാസം, മകരമാസത്തിനും അതിന് തൊട്ട് മുമ്പുള്ള മാസം മാത്രമാണല്ലോ. ഈ 41 ദിവസമാണ് ഈ ഇത് ആകെ പറഞ്ഞിട്ടുള്ളത്. അതിൽ മകരവിളക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. പിന്നെ ആരും പോവുകയില്ല. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്നത്? ആ ആവാസ വ്യവസ്ഥ അങ്ങനെ നിലനിൽക്കും. നിങ്ങൾ 41 ദിവസം, ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ 41 ദിവസം മാത്രം ശബരിമലയിൽ പോകുമെങ്കിൽ അവിടെ ആ ആവാസ വ്യവസ്ഥ നിൽക്കുകയും നിങ്ങൾക്ക് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് തത്വമസി എന്താണോ അതാകാൻ കഴിയുകയും ചെയ്യും. നീ ദൈവമാകുന്നതിന് വേണ്ടി പ്രകൃതിയിലേക്ക് ഇണങ്ങി ആത്മാവിനെ അതിനകത്ത് കൊണ്ട് അർപ്പിച്ച് ശരീരത്തിനെ ശുദ്ധമാക്കി തിരിച്ചു വരുന്ന പ്രക്രിയയാണ് അയ്യപ്പൻ. അത് നടക്കണമെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയും എല്ലാ മാസവും അവിടെ പോവുകയും എല്ലാ ദിവസവും പോകാൻ നിങ്ങൾ പഴനിയിൽ പോകോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാമേശ്വരത്ത് പോകോ. ഇവിടെ ഇത് റെയറായിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഇതാണ് ഇതിൻ്റെ ആചാരത്തിൻ്റെ ഒന്നാമത്തെ സാധനം. ഈ ആചാരത്തിൽ എല്ലാ മാസവും പോകാൻ പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് വെള്ളം ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത്. അവിടെ നടക്കേണ്ട വികസനം ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കണം, ആത്മീയതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം, സ്പിരിച്വൽ എൻഹാൻസ്മെൻറ്റിന് ഉതകുന്ന തരത്തിലുള്ള വികസനമായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. ഒപ്പം തന്നെ ഒരു കോൺക്രീറ്റ് കാട് പണിതുയർത്തി നമ്മുടെ ഒരു ഭക്തിയുടെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കരുത്, അവിടുത്തെ പ്രകൃതിക്ക് നാശമുണ്ടാക്കരുത് എന്നുള്ളത് ഒരു പോയിൻ്റ്. രണ്ടാമത്തേത്, ഈ സർക്കാർ ആചാര ലംഘനത്തിനായി യുവതികളെ ശബരിമലയിൽ കയറ്റുവാൻ പോലീസിനെ ഉപയോഗിച്ച് മത്സരിച്ചിരുന്നു, ഭക്തരെ മർദ്ദിച്ചവശരാക്കിയിരുന്നു, ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ളൊരു സർക്കാർ ഒരു സുപ്രഭാതത്തിൽ മനം മാറ്റം വന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, ശബരിമല വികസനത്തിനായി 1300 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ വലിയ ഒരു സംഗമം അവിടെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ അവിടെ വിശ്വാസ്യതയുടെ ഒരു വശമുണ്ട്. നമുക്ക് ഇത്തരത്തിൽ വേഗത്തിൽ നിറം മാറുന്ന ജീവികളുടെ പേര് പറയാറുണ്ട്. അത്തരത്തിലുള്ളവയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുതന്നെയാണ് ഒരിക്കൽ പ്രഹരിച്ച് മർദ്ദിച്ച് അവശരാക്കിയവർ പിന്നീട് തലോടലുമായി വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതാണിത്. മറ്റൊന്ന്, ഇതിനെ എത്രത്തോളം സത്യസന്ധമായ അപ്രോച്ചാണെന്ന് കൂടി എല്ലാവരും സംശയിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ, മുൻപ് പലതരത്തിലുള്ള കള്ളത്തരങ്ങളും തട്ടിപ്പുകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു പല സമയത്തായി. ഇപ്പോഴിതാ ഈ സ്വർണ്ണപ്പാളി 4 കിലോ അല്ലെങ്കിൽ 4.5 കിലോ സ്വർണം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ആവിയായി പോകുമോ? ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. വിശ്വാസയോഗ്യമായ ഉത്തരമാണേ, അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ ഉത്തരമല്ല. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് പോലും ബോധ്യമാകുന്ന തരത്തിലുള്ള ഉത്തരം നൽകണം. പിന്നീട് ആദ്യത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഈ സർക്കാരിന് ഭക്തരോട് ആത്മാർത്ഥതയുണ്ട് എന്ന് വിശ്വാസം വരണമെങ്കിൽ കാലം കുറേ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്നവരാണ് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഭക്തർ പറയുന്നത്. അല്ലാതെ
രാഷ്ട്രീയം കലർത്തി ഇതിനെ മറ്റൊരു വശത്തിലേക്ക് കൊണ്ടുപോവുകയും കച്ചവട താല്പര്യം മാത്രം ഉൾപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഭക്തർ പറയുകയാണ്. വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അവരത് പറയുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസ്കാരം. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.